അടുത്തത് ഏകകക്ഷി മേധാവിത്വ കാലഘട്ടം. കോളനി വാഴ്ചയുടെ അന്ത്യത്തിന് ശേഷം രൂപം കൊണ്ട പല സ്വതന്ത്ര രാജ്യങ്ങളും ഐക്യം ഉറപ്പുവരുത്തുന്നതിനായി ജനാധിപത്യരഹിത ഭരണ സംവിധാനങ്ങളാണ് തിരഞ്ഞെടുത്തത്. ഇന്ത്യ പുത്തൻ സ്വാതന്ത്ര്യ രാജ്യങ്ങൾക്ക് പിന്തുടരുവാൻ ബുദ്ധിമുട്ടുള്ള ജനാധിപത്യ വ്യവസ്ഥയാണ് തിരഞ്ഞെടുത്തത്. പിന്നെ അടുത്ത ഇന്ത്യയുടെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പാണ്. ഇന്ത്യ പോലുള്ള ഒരു ബൃഹത്തായ രാജ്യത്ത് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ ഒരു തിരഞ്ഞെടുപ്പ് നടത്തുക എന്നത് തികച്ചും വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. തിരഞ്ഞെടുപ്പ് നടത്തുന്നതിന് നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തി നിർണയം ആവശ്യമായിരുന്നു. സമ്മതിദായക പട്ടിക അഥവാ വോട്ട് ചെയ്യുവാൻ അർഹരായ എല്ലാ പൗരന്മാരുടെയും പട്ടിക തയ്യാറാക്കുക എന്നത് ഏറെ ശ്രമകരമായിരുന്നു. യോഗ്യരായ വോട്ടർമാരിൽ 15% മാത്രമാണ് സാക്ഷരത നേടിയിട്ടുള്ളത്. ദാരിദ്ര്യവും നിരക്ഷരവുമായ രാജ്യത്തെ ജനങ്ങളെ സമ്മതിദാനം വിനിയോഗിക്കാൻ പ്രാപ്തരാക്കുക എന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷന് വലിയ വെല്ലുവിളി നിറഞ്ഞതായിരുന്നു. യൂറോപ്പ്, വടക്കേ അമേരിക്കൻ രാജ്യങ്ങളിൽ എല്ലാ സ്ത്രീകൾക്കും വോട്ടവകാശം നൽകിയിരുന്നില്ല. എന്നാൽ ഇന്ത്യയിൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന പരീക്ഷണം ഏറെ ശ്രമകരമായിരുന്നു. പിന്നെ അടുത്ത പോയിന്റ്, ഇന്ത്യയിൽ പൊതു തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനായി ഇന്ത്യയിൽ പൊതു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാപിക്കപ്പെട്ട 1950 ജനുവരി 25 ആദ്യ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെനാണ്. അത് ഇമ്പോർട്ടൻ്റാണ്. പിന്നെ 3200 MLA-മാരെയും 489 ലോക്സഭാ അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പിന് മുമ്പായി തിരഞ്ഞെടുപ്പ് കമ്മീഷണർ നടത്തിയ പ്രധാന ഒഴുക്കുകളാണ് അടുത്തായിട്ട് പറയുന്നത്. ഒന്നാമത്തെ പോയിന്റ്, 17 കോടി വോട്ടർമാരുടെ വിവരങ്ങൾ അടങ്ങിയ വോട്ടർ പട്ടിക തയ്യാറാക്കി 3 ലക്ഷത്തിലധികം ഉദ്യോഗസ്ഥന്മാർക്ക് തിരഞ്ഞെടുപ്പ് നടത്തുന്നതിന് ആവശ്യമായ പരിശീലനം നൽകി തുടങ്ങിയവയാണ്. ഇന്ത്യയിൽ കൂടുതൽ സ്ഥലങ്ങളിലും 1952 ജനുവരിയിൽ തിരഞ്ഞെടുപ്പ് നടന്നതിനാൽ ഈ തിരഞ്ഞെടുപ്പിന് 1952 തിരഞ്ഞെടുപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഒരു വോട്ടെടുപ്പിനും പൂർത്തിയാക്കാൻ 6 മാസമാണ് വേണ്ടി വന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ശ്യാംസരൺ നേഗിയാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ ബാലറ്റ് സമ്പ്രദായമാണ് വോട്ടിങ്ങിന് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ 1990കളുടെ അവസാനത്തോടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരഞ്ഞെടുപ്പ് യന്ത്രങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. 2004 രാജ്യവ്യാപകമായി തിരഞ്ഞെടുപ്പിനായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കുന്നു. അടുത്തത് ആദ്യത്തെ തിരഞ്ഞെടുപ്പിൻ്റെ സവിശേഷതകൾ. ഇന്ത്യയിലെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പിൽ പകുതിയിലധികം വോട്ടർമാർ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തി. ശരാശരി 4 സ്ഥാനാർത്ഥികൾ ഓരോ നിയോജക മണ്ഡലത്തിലും മത്സര രംഗത്തുണ്ടായിരുന്നു. ഇന്ത്യയെ പോലെയുള്ള രാജ്യത്ത് തിരഞ്ഞെടുപ്പ് പ്രായോഗികമല്ല എന്ന് വിമർശിച്ചവർക്കുള്ള മറുപടിയായിരുന്നു മികച്ച രീതിയിൽ പൂർത്തിയാക്കിയ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ്. ആദ്യ 3 തിരഞ്ഞെടുപ്പുകളിലെ കോൺഗ്രസ് മേധാവിത്വം. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പൈതൃകം പിന്തുടരുന്ന പാർട്ടിയായിരുന്നു കോൺഗ്രസ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും ജനകീയനും വ്യക്തിപ്രഭാവമുള്ള നേതാവായ ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വം കോൺഗ്രസിന് ഉണ്ടായിരുന്നതിനാൽ ആദ്യ 3 തിരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് വിജയിച്ചു. ആദ്യത്തെ ലോക്സഭ തിരഞ്ഞെടുപ്പിൽ ആകെ സീറ്റുകൾ 489-ൽ 364 സീറ്റുകളും കോൺഗ്രസ് നേടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ 16 സീറ്റുകൾ നേടി. ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടൊപ്പം സംസ്ഥാന നിയമസഭകളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തി. തിരുവിതാംകൂർ, കൊച്ചി, മദ്രാസ്, ഒറീസ എന്നിവിടങ്ങളിൽ ഒഴികെ മറ്റ് സംസ്ഥാനങ്ങളിലും ഭൂരിപക്ഷം നേടി. അടുത്തത് ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് വിജയിക്കുവാനുള്ള കാരണങ്ങൾ. സ്വാതന്ത്ര്യ സമരത്തിൽ കോൺഗ്രസ് വഹിച്ച പങ്ക്, കോൺഗ്രസ് പാർട്ടിയുടെ ശക്തമായ സംഘടനാ സംവിധാനം, കോൺഗ്രസ് രാജ്യവ്യാപകമായ രാഷ്ട്രീയ പാർട്ടി ആയിരുന്നു, ജവഹർലാൽ നെഹ്റുവിൻ്റെ വ്യക്തിപ്രഭാവം തുടങ്ങിയവയാണ്. അടുത്തത് കോൺഗ്രസ് ആധിപത്യത്തിൻ്റെ സ്വഭാവം. ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിലനിന്നിരുന്ന ഏകകക്ഷി മേധാവിത്വത്തിൽ നിന്നും വ്യത്യസ്തമായിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായിരുന്ന ആധിപത്യം. ചൈന, ക്യൂബ, സിറിയ എന്നീ രാജ്യങ്ങളിൽ രാജ്യഭരണത്തിനുള്ള അവകാശം ഒരു പ്രത്യേക പാർട്ടിക്ക് മാത്രമായി ഭരണഘടനയിൽ തന്നെ പരിമിതപ്പെടുത്തിയിരിക്കുന്നു. ബെലാറസ്, മ്യാൻമാർ, ഈജിപ്ത്, എറിത്രിയ തുടങ്ങിയ രാജ്യങ്ങൾ സൈന്യത്തിൻ്റെ സഹായത്തോടെയാണ് ഏകകക്ഷി ഭരണം നിലനിർത്തുന്നത്. അതിനാൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന കോൺഗ്രസ് ആധിപത്യം ജനാധിപത്യപരമായിരുന്നു. ഭരണവിവേചനം അവസാനിച്ചതിന് ശേഷം ദക്ഷിണാഫ്രിക്കയിൽ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ്സിന് ഉണ്ടായിരുന്ന ആധിപത്യവും ജനാധിപത്യപരമായിരുന്നു.
അപ്പാർത്തൈഡ് എന്ന വംശീയ വിവേചന നയം അവസാനിപ്പിച്ചതിനു ശേഷം ദക്ഷിണാഫ്രിക്കയിൽ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് നേടിയ മേധാവിത്വത്തിന് സമാനമാണിത്. അടുത്തത് കോൺഗ്രസ് ഒരു സാമൂഹിക ആശയപരമായ സഖ്യം എന്ന നിലയിൽ കോൺഗ്രസ് രൂപം കൊണ്ട വർഷം 1885. എന്നാൽ നിസ്സഹകരണ പ്രസ്ഥാനം പോലെയുള്ള സമരങ്ങൾ സംഘടനയെ സാധാരണ ജനങ്ങളുടെ കൂടെ രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റി. ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുടെയും ഉയർന്ന ജാതിയിൽപ്പെട്ടവരുടെയും മധ്യവർഗത്തിലെ ഉപരിവർഗത്തിനും നഗരപ്രമാണിമാർക്കും ആധിപത്യമുള്ളതുമായ ഒരു പാർട്ടിയാണ് കോൺഗ്രസ് ആരംഭിച്ചത്. നിയമലംഘന പ്രസ്ഥാനങ്ങളിലും മറ്റും ഇതോടുകൂടി സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിൽ പെട്ടവരും കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമാകുവാൻ തുടങ്ങി. വ്യത്യസ്ത അഭിപ്രായങ്ങളും താൽപര്യങ്ങളും ഉള്ളവർ പോലും പാർട്ടിയുടെ ഭാഗമായി മാറി. ഇന്ത്യയിലെ വ്യത്യസ്തമായ ജാതി, മത, വർഗ, ഭാഷ വിഭാഗങ്ങളുടെ സാന്നിധ്യം കോൺഗ്രസിനെ ഒരു മഴവിൽ സ്വഭാവമുള്ള സാമൂഹിക സംഘടനയാക്കി. സ്വന്തമായ ഭരണഘടനയുള്ള ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും കോൺഗ്രസിനുള്ളിൽ സ്ഥാനം ലഭിച്ചു. കോൺഗ്രസിന് ഉണ്ടായിരുന്ന കൂട്ടുകക്ഷി സ്വഭാവം പാർട്ടിയെ കൂടുതൽ ശക്തമാക്കി. പല വിഷയങ്ങളിലും സംയമനവും സമവായവും കാത്തുസൂക്ഷിക്കുവാൻ കോൺഗ്രസിന് സാധിച്ചു. പിന്നെ പ്രതിപക്ഷ കക്ഷികൾ മുന്നോട്ട് വയ്ക്കുന്ന പല ആശയങ്ങളെയും കോൺഗ്രസ് പാർട്ടി നേരത്തെ തന്നെ അംഗീകരിച്ചവയായിരുന്നു. അതിനാൽ വ്യത്യസ്തമായ ആശയങ്ങളിലൂടെ ജനങ്ങളെ ആകർഷിക്കുന്നതിൽ പ്രതിപക്ഷ പാർട്ടികൾ ബുദ്ധിമുട്ട് അനുഭവിച്ചു. പാർട്ടിക്കുള്ളിൽ നിലനിന്നിരുന്ന ആഭ്യന്തര പ്രവർത്തനങ്ങളെയും ജനാധിപത്യപരമായി കൈകാര്യം ചെയ്യുവാൻ സാധിച്ചത് കോൺഗ്രസ് പാർട്ടിക്ക് കരുത്തായി മാറി. അടുത്ത മൗലാന അബ്ദുൽ കലാം ആസാദിനെ പറ്റിയിട്ടാണ്. യഥാർത്ഥ പേര് അബ്ദുൽ കലാം മൊഹിയുദ്ദീൻ അഹമ്മദ്. ഇസ്ലാം മത പണ്ഡിതനാണ്. സ്വാതന്ത്ര്യ സമര സേനാനിയും കോൺഗ്രസ് നേതാവുമാണ്. ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ വക്താവ്. വിഭജനത്തിന് എതിരായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സമിതി അംഗം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇദ്ദേഹം. റാഫി അഹമ്മദ് കിദ്വായി ഉത്തർപ്രദേശിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവ്. 1937 1946 ഉത്തർപ്രദേശ് മന്ത്രി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ മന്ത്രിസഭയിലെ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി. 1952 മുതൽ 1954 കാലഘട്ടത്തിലെ ഭക്ഷ്യകൃഷി മന്ത്രി എന്ന പേരിലൊക്കെയാണ് റാഫി അഹമ്മദ് കിദ്വായി അറിയപ്പെടുന്നത്. അടുത്തത് AK ഗോപാലൻ, SI ഡാംഗെ, EMS നമ്പൂതിരിപ്പാട്, PC ജോഷി, അജയ് ഘോഷ്, P സുന്ദരയ്യ തുടങ്ങിയവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല നേതാക്കന്മാർ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നത് 1964 AK ഗോപാലനെ പറ്റിയിട്ടാണ് അടുത്തത്. കേരളത്തിൽ നിന്നുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവ്. തുടക്കത്തിൽ കോൺഗ്രസ് പ്രവർത്തകൻ. 1939 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നു. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പിനു ശേഷം CPIയിൽ ചേരുകയും പാർട്ടി ശക്തിപ്പെടുത്തുന്നതിനായി പ്രവർത്തിക്കുകയും ചെയ്തു. ഒരു പാർലമെന്ററിയനായി ആദരിക്കപ്പെട്ടു. 1952 മുതൽ പാർലമെന്റ് അംഗം. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് വിജയം 1957 മാർച്ചിൽ നടന്ന കേരള നിയമസഭയിലേക്കുള്ള പ്രഥമ തിരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് വിജയിച്ചത്. ആദ്യ കേരള മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാടാണ്. തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ ലോകത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവ് EMS ആണ്. കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെതിരെ വിമോചന സമരം ആരംഭിച്ചു. വിവിധ സാമുദായിക സംഘടനകൾ സമരത്തിൽ പങ്കെടുത്തു. സംസ്ഥാനത്തെ ക്രമസമാധാനം തകർന്നു എന്ന് ആരോപിച്ച് കേന്ദ്ര ഗവൺമെൻറ് ഭരണഘടനയുടെ 356 വകുപ്പ് ഉപയോഗിച്ച് സംസ്ഥാന ഗവൺമെൻറ്റിനെ പുറത്താക്കി രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചു. കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെ പുറത്താക്കിയ വർഷം 1959 ഭാരതീയ ജനസംഘിൻ്റെ സ്ഥാപക പ്രസിഡന്റ് ശ്യാമപ്രസാദ് മുഖർജിയാണ്. ഭാരതീയ ജനസംഘ് സ്ഥാപിതമായ വർഷം 1951 രാഷ്ട്രീയ സ്വയം സേവക് സംഘ്, ഹിന്ദു മഹാസഭ എന്നീ സംഘടനകൾ ജനസംഘിൻ്റെ രൂപീകരണത്തിൽ നിർണായക പങ്ക് വഹിച്ചു. ഒരു രാജ്യം, ഒരു സംസ്കാരം, ഒരു ദേശം എന്നതായിരുന്നു പാർട്ടിയുടെ പ്രധാന ആശയം. പാകിസ്ഥാനും ഇന്ത്യയും കൂടിച്ചേർന്ന് അഖണ്ഡ ഭാരത രൂപീകരിക്കുക എന്നതായിരുന്നു പാർട്ടിയുടെ മറ്റൊരു പ്രധാന ആശയം. ഹിന്ദി ഭാഷയെയും ഭാരതീയ സംസ്കാരത്തെയും പിന്തുണയ്ക്കുന്ന ശക്തമായ നിലപാടാണ് പാർട്ടി സ്വീകരിച്ചത്. ഇന്ത്യ ആണവശേഷി വികസിപ്പിക്കണം എന്നതായിരുന്നു പാർട്ടി ഉന്നയിച്ച മറ്റൊരു ആവശ്യം. ശ്യാമപ്രസാദ് മുഖർജി, ദീൻദയാൽ ഉപാധ്യായ, ബാൽ രാജ് മധോക് തുടങ്ങിയവർ ആയിരുന്നു പ്രമുഖ ജനസംഘ് നേതാക്കൾ. ഭാരതീയ ജനസംഘിൽ നിന്നും രൂപം കൊണ്ട പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. അടുത്ത ശ്യാമപ്രസാദ് മുഖർജി, ഹിന്ദു മഹാസഭയുടെ നേതാവ്, ഭാരതീയ ജനസംഘ സ്ഥാപകൻ.
സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ നെഹ്റു മന്ത്രിസഭയിലെ കാബിനറ്റ് മന്ത്രി. ഇന്ത്യ-പാകിസ്ഥാൻ ബന്ധത്തിലെ വിയോജിപ്പിനെ തുടർന്ന് 1950 രാജിവെച്ചു. ഭരണഘടനാ നിർമ്മാണ സമിതി അംഗം, പിന്നീട് 1-ാം ലോക്സഭയിലെ അംഗം. ജമ്മു കാശ്മീരിന് സ്വയം ഭരണം നൽകിയ ഇന്ത്യയുടെ നയത്തെ എതിർത്തു. കാശ്മീർ നയത്തിനെതിരെ ജനസംഘത്തിന്റെ പ്രക്ഷോഭത്തെ തുടർന്ന് അറസ്റ്റ്, തടവിൽ കിടന്ന് മരണം.